അപ്പൊ നമുക്ക് അടുത്തത് എങ്ങോട്ട് പോകണം? നമുക്ക് നാടകത്തിലേക്ക് ഒന്ന് പോകണം. അതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഒരു ഉപഹാരം, നമുക്ക് നമ്മുടെ ഒരു സ്നേഹോപഹാരം ഏൽപ്പിക്കാറുണ്ട് അല്ലെ? 24-ന്റെയും ഒപ്പം മിൽമയും നൽകുന്ന ഒരു നല്ലൊരു ഉപഹാരമുണ്ട്. അത് നിങ്ങൾക്കാണ്. ഒന്ന് ചേർത്ത് പിടിച്ചോ എല്ലാവരും. വാ. അപ്പം ഓക്കെ വിട്ടെ. റെഡി. അപ്പോ നാടകത്തിലേക്കാണ്. ടാഗോർ തിയേറ്ററിൽ നാടകം പൊടിക്കുകയാണ്. അവിടെ അജീഷ് ജയകുമാർ തയ്യാറായി നിൽക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി. അജീഷെ, നാടകം എന്തായി അവസ്ഥ? ഇപ്പോൾ എത്ര ടീമുകൾ അരങ്ങത്തെത്തി? എന്താണ് അവിടുത്തെ ഫീൽ? പ്രജിൻ, എന്തായാലും ടാഗോർ തിയേറ്ററിലാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ നാടക മത്സരങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുന്നത്. രാവിലെ തുടങ്ങിയ മത്സരങ്ങളാണ്. ഇപ്പോഴും നിറഞ്ഞ വേദിയിൽ തന്നെയാണ് നാടക മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ടാഗോർ തിയേറ്ററിന്റെ മുന്നിലാണുള്ളത്. നമുക്കിപ്പോൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ കാണാൻ സാധിക്കും. ഇതിന്റെ എൻട്രിയിൽ തന്നെ അവിടെ തന്നെ ഈ ബ്ലോക്ക് ആവുകയാണ്. കാരണം വേദികൾ രാവിലെ മുതൽ തന്നെ നിറഞ്ഞ് കവിഞ്ഞാണ് ഈ നാടക മത്സരങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികളുടെ നാടക മത്സരമാണ്. ഇപ്പോൾ പുറത്തുനിന്നുള്ള ആളുകളൊക്കെ പലരും ഈ നാടകം കാണാൻ കഴിയാതെ തിരിച്ചു പോകുന്നുണ്ട്. ചിലരൊക്കെ പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം പലർക്കും ഇത് കാണാൻ സാധിക്കുന്നില്ല. കാരണം ഈ സ്ഥലം പരിമിതി പ്രശ്നമുണ്ട്. ചിലരൊക്കെ ചേട്ടാ ഇത് കാണാൻ വേണ്ടിയിട്ടൊന്നുമല്ലേ, നിങ്ങൾക്ക് ഈ സ്ഥലമില്ലാത്തതിന്റെ പ്രശ്നമാണോ പുറത്തേക്കുന്നത്? അതെ, കോഴിക്കോട് നിന്ന് വന്നാണ് നാടകം കാണാനായിട്ട്. സ്ഥലപരിമിതി, സീറ്റിങ്ങിന് പറയാനുണ്ട്. ഉച്ചവരെ കണ്ടിരുന്നു, 4-5 നാടകം കണ്ടു. ഭക്ഷണം കഴിച്ച് വരുമ്പോഴത്തേക്ക് ഫില്ലായി, സീറ്റ് പോയി. രാവിലെ മുതലേ ഇങ്ങനെ ആയിരുന്നു അവസ്ഥ? ഇവിടെ ഈ സീറ്റിന്റെ പ്രശ്നമുണ്ട്. രാവിലെ കുഴപ്പമുണ്ടായിരുന്നില്ല. രാവിലെ കൃത്യമായിട്ട് ഉള്ളിൽ കയറാൻ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. പിന്നീടാണ് ഇങ്ങനെ ഒരു റഷ് വന്നത്. അപ്പൊ അതാണ് പ്രജിൻ, പലയിടത്തും ഈ കാഴ്ചക്കാരില്ല എന്നുള്ളൊരു പരാതി ഉള്ളപ്പോഴാണ് ടാഗോർ തിയേറ്ററിൽ ഈ നിറഞ്ഞ സദസ്സിന് മുന്നിലാണ് കുട്ടികൾ നാടകം അവതരിപ്പിക്കുന്നത്. എന്നാലും വലിയ പിന്തുണ തന്നെയാണ് നാടക മത്സരങ്ങൾക്ക് തിരുവനന്തപുരത്ത് ലഭിക്കുന്നത്. പ്രജിൻ.